ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി മുട്ടത്തോരൻ ഉണ്ടാക്കിയാലോ? എന്നാൽ പിന്നെ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ? 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി സവോള നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക്, 3 വറ്റൽമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറിവേപ്പില, കുറച്ച് തേങ്ങ, കുരുമുളക് പൊടി, ഇത്രയാട്ടോ നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി. അതിനുശേഷം വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തു. കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. ഇനിയിപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ടത് സവോളയാണ്. അരമുറി സവോളയാട്ടോ എടുത്തിട്ടുള്ളൂ. 3 മുട്ടയ്ക്ക് അരമുറി സവോള മതിയാകും. അപ്പം അങ്ങനെ എടുത്തു. അതും കൂടെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഓവറായിട്ട് വഴറ്റണ്ട, എന്നാലും ഒരു മീഡിയം വഴന്ന് കിട്ടണം. അപ്പം ഞാൻ നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും മുട്ട ഇഷ്ടമാണോ? ഞാനൊരു മുട്ട കൊതിച്ചയാണ് കേട്ടോ. എനിക്ക് മുട്ട അതുപോലെ ഇഷ്ടമാണ്. ഒരു മുട്ടയുണ്ടെങ്കിൽ ഞാൻ ഒരു കലം ചോറിനും. അങ്ങനത്തെ ആളാട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് മുട്ട. ഇനിയിപ്പോൾ അതേ നന്നായിട്ട് സവോള വഴന്നു വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മഞ്ഞൾപ്പൊടി ആട്ടോ നമ്മൾ ആദ്യം ഇടേണ്ടത്. അത് പച്ചമുളക് പോകുന്ന അത്ര നേരം ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യമായത് നമ്മൾ വറ്റൽമുളക് ചതച്ച് വെച്ചില്ലായിരുന്നോ, അതിട്ട് കൊടുത്തു കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. 3 മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി നമ്മൾ ചതച്ച് വെച്ചിരുന്ന കുരുമുളകും കൂടി ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. മുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുന്നില്ല, പകരം കുരുമുളക് പൊടിയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് മതി. പിന്നെ നമ്മൾ വറ്റൽമുളക് ചതച്ചും ചേർക്കുന്നുണ്ട്, അപ്പോൾ നന്നായിട്ട് എരിവായിക്കോളും. മുട്ടയ്ക്ക് നമുക്ക് അത്യാവശ്യം എരിവ് വേണമല്ലോ. എരിവില്ലെങ്കിൽ അത്ര ഒരു ടേസ്റ്റ് കാണില്ല. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. 3 മുട്ട അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പൊട്ടിച്ചൊഴിച്ചു. ഇനി ഇതിപ്പം ശരിക്കും നന്നായിട്ട് ഇളക്കിയെടുക്കണം. നമ്മുടെ മുട്ടയുടെ എല്ലാ ഭാഗത്തും ഈ മസാല, അതായത് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നതും കുരുമുളക് ചതച്ചതും എല്ലാം പിടിക്കണം. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. അത് ഒത്തിരി കട്ടയാവുന്നതിന് മുന്നേ തന്നെ ഇളക്കി കൊടുക്കണം. എന്നാലേ മുട്ടയിൽ ശരിക്കും ആ പൊടികൾ പിടിക്കത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. തീ അതായത് ഫ്ലെയിം കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് മുട്ട അങ്ങ് വെന്ത് വരും. അപ്പോൾ നമുക്ക് ഈ മസാല എല്ലായിടത്തേക്കും പിടിക്കത്തില്ല. അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ച് വെക്കണമെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് ചീഞ്ചട്ടിയിൽ നിന്ന് ഫുള്ള് വിട്ട് വരുന്ന പോലെ നമ്മൾ ഇളക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ട് മുട്ട ചിക്കി എടുത്തു. ഇനി അതിലേക്ക് നമ്മൾ 2 പിടി തേങ്ങ ചിരകിയതാട്ടോ ചേർത്തത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ തേങ്ങയും ആ മുട്ടയിലേക്ക് നന്നായിട്ട് പിടിക്കണം. അതുകൊണ്ട് വെന്തും വരണമല്ലോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. കൈ വിടാതെ ഇളക്കി കൊടുക്കുന്നതാണ് നല്ലത്. മുട്ട ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ മുട്ടത്തോരൻ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇപ്പം നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ. ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും. പിന്നെ നമ്മൾ മുട്ട ആയതുകൊണ്ട് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതേ നമ്മുടെ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. അത് കഴിഞ്ഞ് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ.
ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാട്ടോ. താങ്ക് യു.